സ്കോർപിയോ, ഞാൻ കാണുന്നത് ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് തീരുമാനം, ഒരു വലിയ ഡിസിഷൻ എടുക്കാണ്ട്. ഒരു ചോയ്സ് നിങ്ങൾക്ക് ഉള്ളത് ഒരു ഈസി ചോയ്സ് ആണ്. എന്താ വെച്ചാൽ അത് നിങ്ങളുടെ പാസ്റ്റിന്റെ കണക്ഷനിലാണ് ഈ ചോയ്സ്, ഈ തീരുമാനം. മറ്റേത് കുറച്ചൊരു ഡിഫിക്കൾട്ട് ഡിസിഷൻ, ഒരു തീരുമാനമാണ്, ഒരു ഡിഫിക്കൾട്ട് ചോയ്സ് ആയിരിക്കും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല അതിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന്. അപ്പോൾ ചോയ്സ് നിങ്ങളുടെയാണ്, പക്ഷെ ഈ ഡിസിഷൻ എന്താണ്, ഈ കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് നമ്മൾക്ക് അതിനെ കുറിച്ച് നോക്കാം നിങ്ങളുടെ റീഡിങ്ങിൽ. ജൂൺ മാസത്തിന്റെ മെസ്സേജസ് എന്താ പറയണമെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ ഇപ്പോൾ നമ്മൾക്ക് നോക്കാം. അപ്പൊ സ്കോർപിയോ, ഇത് നിങ്ങളുടെ ജൂൺ മാസത്തിന്റെ മന്ത്ലി റീഡിംഗ് ആണ്. ഇത് സ്കോർപിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയുമാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റീഡിംഗ് വേണം വെച്ചാൽ ഞാനിത് കവർ ചെയ്ത് വെക്കാമേ. എന്താ വെച്ചാൽ യൂട്യൂബിൻ്റെ ചില പോളിസീസ് ഉണ്ട്, അത് കുറേ സ്ട്രിക്റ്റ് ആണ് അവർ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ സ്കോർപിയോ, ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി നൈറ്റ് ഓഫ് വോൺസ് ആയിട്ടാണ് വന്നിരിക്കണേ. നൈറ്റ് ഓഫ് വോൺസ് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. എന്ന് വെച്ചാൽ ഇതൊരു ഫയർ സൈൻ്റെ എനർജിയാണ്, കുറെ പാഷനുള്ള എനർജിയാണ് ഇത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഇവിടെ കാണാണ്ട്. പിന്നെ ഇത് ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അവർ കമ്മിറ്റ് ചെയ്യില്ല, ഇടയ്ക്ക് കോൾ ചെയ്യും, പിന്നെ സഡൻലി അവർ എവിടെയാണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയുക, സ്റ്റേബിലിറ്റി ഇല്ലാത്ത ഒരു പേഴ്സൺ. ഞാൻ 10 ഓഫ് കപ്സ് ആണ് ഇവിടെ കാണുന്നത്. അതൊരു ഇമോഷണലി ബ്യൂട്ടിഫുൾ കണക്ഷൻ ആണ്, നല്ല ഒരു ഇമോഷണൽ കണക്ഷൻ ആണ്. ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി ഇവിടെ ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബിട്രയലിൻ്റെ എനർജിയും ഉണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ എന്തോ ഒരു എൻഡിങ് ഞാനിവിടെ കാണുന്നുണ്ട്. അതല്ല വെച്ചാൽ എന്തോ നിങ്ങൾക്കൊരു ഷോക്കിംഗ് ന്യൂസ് കിട്ടണ പോലെ. അതല്ല വെച്ചാൽ എന്തോ ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആയിരുന്നു. അതല്ല വെച്ചാൽ അതായിരുന്നു നിങ്ങളുടെ പ്ലാൻ, ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിച്ചു, പക്ഷെ അത് ഉണ്ടായില്ല. ഓവറോൾ എനർജിയിൽ ഞാനൊരു എൻഡിങ് ആണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിൽ തന്നെ 7 ഓഫ് സോഡ്സ് ആണ് കാണുന്നത്. പാസ്റ്റിൽ തന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ പേഴ്സൺ എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന്, കാര്യങ്ങൾ തുറന്ന് പറയൂല്ല, എന്തോ ഒരു സിറ്റുവേഷനിൽ ശരിയല്ലാത്ത പോലെ. അവരുടെ ഈ ബിഹേവിയർ കണ്ടിട്ട് നിങ്ങൾക്കും കുറച്ചൊരു ഡിസ്കണക്റ്റഡായി നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്താ വെച്ചാൽ അവരൊന്നും തുറന്ന് പറയുണ്ടായിരുന്നില്ല, എപ്പോഴും ജോലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ലെവൽസും കുറയാൻ തുടങ്ങി. ഇപ്പോൾ കറണ്ട് എനർജി ജൂണിൽ ഞാൻ കാണുന്നത് 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇതൊരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പാസ്റ്റിൽ എല്ലാം ശരിയായിരുന്നല്ലോ, ഇപ്പോൾ എന്തായി എന്നാൽ അത് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നിങ്ങൾക്കത് മറക്കാൻ പറ്റില്ല. അത് പാസ്റ്റിൽ അങ്ങനെ എന്താണ് ഉണ്ടായി, അത് ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്തു പോയി, എന്താണ് ചേഞ്ച്, എന്താണ് വരാനുള്ള കാരണം എന്താണ്. അപ്പോൾ ഇവിടെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി മാതിരി ഒരു ഫീലിംഗ് ആണ് നിങ്ങളുടെ മനസ്സിൽ. ഇത് ഞാൻ ഇപ്പോൾ ഇത് തിരിച്ചു വരാൻ പോകുന്നില്ല, ഇത് പോയി, കയ്യിൽ നിന്ന് പോയി. ഈ റിലേഷൻഷിപ്പിൽ മുമ്പേ നല്ല സമയം ഉണ്ടായിരുന്നു നമ്മളുടെ ഇടയ്ക്ക്, പക്ഷെ ഇപ്പോൾ അതല്ല. അപ്പോൾ എന്തോ നിങ്ങൾക്ക് ആ വിഷമമുണ്ട് ഈ മാസം. കുറേ ഓവർ തിങ്കിങ്, കുറേ സ്ട്രെസ്, രാത്രി ഉറക്കമില്ല, ഒരു റെസ്റ്റ്ലെസ്നെസ്സിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ ഡേ ടൈമിൽ ഓക്കെ ആയിരിക്കും, നിങ്ങളുടെ കരിയറും അതൊക്കെ ആയിട്ട് ബിസിയാണ്, പക്ഷെ രാത്രി ആവുമ്പോഴാണ് കുറച്ചുകൂടിയും ഒരു ആങ്സൈറ്റി ഞാൻ കാണുന്നത്. അപ്പോൾ ഈ കാർഡ്
സ്റ്റാർ എനർജി. അപ്പോൾ സ്റ്റാർ എനർജി ഇവിടെ ഒരു ഹീലിംഗ് എനർജിയാണ്, ഒരു റിക്കവറിയുടെ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് ഇവിടെ ഫ്യൂച്ചറിൽ ഒരു ഹോപ്പ് ഉണ്ടെന്നാണ് പറയണത്. നിങ്ങൾ റിക്കവറി ഉണ്ട് ഫ്യൂച്ചറിൽ. 9 of Wands. ഗിവ് അപ്പ് ചെയ്യണില്ല നിങ്ങൾ. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും എവിടെയോ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള പേടി, ഒരു ആക്ഷൻ എടുക്കാനുള്ള പേടി, നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എവിടെയോ ഈ പേടി പുതിയ തുടക്കത്തിലേക്ക് പോകാനാണ് പറഞ്ഞാൽ. ഒരു പുതിയ ബിഗിനിങ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടി എന്താ വെച്ചാൽ ഇപ്പോൾ ആദ്യം അതുപോലെ തന്നെ ഉണ്ടാവുമോ, എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുമോ, അപ്പോൾ അങ്ങനത്തെ കുറേ ഒരു ബ്ലോക്ക് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 2 of Wands ആണ്. അപ്പോൾ 2 of Wands ഒരു പ്ലാനിങ് എനർജിയാണ്. നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ ക്ലാരിറ്റി ഇല്ല, എന്താ വേണ്ടതെന്ന് അറിയില്ല. ഈ പേഴ്സണെ അവർക്കൊരു ചാൻസ് കൊടുക്കണോ, അതല്ല വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ, മുമ്പോട്ടേക്ക് പോകണോ, എന്താ വേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു ഡെത്ത് എനർജി ഉണ്ട്. ഇത് സ്കോർപ്പിയോ എനർജി തന്നെയാണ്. ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എവിടെയോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കത് അറിഞ്ഞിട്ടും പറഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് എവിടെയോ മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. പേജ് ഓഫ് സോർഡ്സ് ആണ് അഡ്വൈസ്. യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് പറയണത്. എന്ന് വെച്ചാൽ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും, ഇല്ലച്ചാ എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നാണ് പറയണത്. എന്താ വെച്ചാൽ ഇവിടെ വേറൊരു പേഴ്സൺ ഇൻവോൾവ് ആണ്. ലവേഴ്സ് കാർഡ് വന്നിരിക്കണു. ലവേഴ്സ് കാർഡ് ഒരു ഓപ്ഷൻ്റെ എനർജിയാണ്, ചോയ്സിൻ്റെ എനർജിയാണ്. ഞാൻ കാണുന്നത് ഇവിടെ 2 ആൾക്കാരുടെ ഇടയ്ക്ക് ചോയ്സ് നിങ്ങൾക്ക് ഉണ്ട്. ഒരു ഫ്യൂച്ചർ പേഴ്സണും ഒരു പാസ്റ്റ് പേഴ്സണും. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണോ, ഇത്ര ബിട്രിയൽസ്, ഇത്ര ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടും അവർക്ക് വേറൊരു ചാൻസ് കൊടുക്കണോ, ഓർ മൂവ് ഓൺ ചെയ്യാനുള്ള സമയമായിരിക്കണോ, അത് നിങ്ങളുടെ ചോയ്സാണ്. എവിടെയോ യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഉണ്ട് മനസ്സിൽ. പക്ഷെ എവിടെയോ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഡിറക്ഷനിലേക്ക് മാറാൻ തുടങ്ങണം. എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല. ഈ പേഴ്സൻ്റെ കൂടെ മുമ്പും ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 of Cups ആണ് സർപ്രൈസ് ഫാക്ടറിൽ. 2 of Cups ഒരു ലവ് റിലേഷൻഷിപ്പാണ്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി. യൂണിവേഴ്സ് പറയണത് ഇവിടെ നിങ്ങൾ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യണ പോലെ ഒരു പേഴ്സൺ വരും. ആൻഡ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമാണ് കൊണ്ടുവരണം. നിങ്ങളുടെ ലൈഫിൽ ഉടനെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അത് മൂവ് ഓൺ ചെയ്യും എന്നാണ് യൂണിവേഴ്സ് പറയണത്. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. 8 of Cups ആണ് ഔട്ട്കം. അപ്പോൾ ഈ മാസം നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച് ചെയ്യാണ്. ഒരു സിറ്റുവേഷൻ, ഒരു പേഴ്സണെ വിട്ട് മുമ്പോട്ടേക്ക് പോവാൻ ആണ് നോക്കണത്. ഹൈറോഫാന്റ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു മാരീഡ് പേഴ്സൺ ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ തന്നെ മാരീഡ് ആയിട്ട് ആ റിലേഷൻഷിപ്പിനെ വിടാനുള്ള പ്ലാൻ ആയിരിക്കാം നിങ്ങളുടെ. 7 of Cups ഉണ്ട് ഇവിടെ. കുറേ കൺഫ്യൂഷൻ ഉണ്ട്, കുറേ ഒരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ, കുറച്ചൊരു പ്രാക്ടിക്കൽ തിങ്കിങ്ങും ഇല്ല. പ്രാക്ടിക്കലി നിങ്ങൾക്കറിയാം ഇത് വർക്ക് ആവില്ല എന്ന്, എന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്യണു. അപ്പോൾ അത് കുറച്ചൊരു എന്താ പറയുക, എക്സ്പെക്റ്റേഷൻസ് കുറച്ചൊരു പ്രാക്ടിക്കൽ അല്ല. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ ഇത് എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല, എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ ഞാൻ കാണുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ കുറേ വിചാരിക്കാത്ത നല്ല ബ്യൂട്ടിഫുൾ ബ്ലെസ്സിങ്സും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും എൻ്റെ ലൈഫിൽ ഒന്നും പോസിറ്റീവ് അല്ല.
പക്ഷെ ഞാനിവിടെ കാണുന്നത് കുറേ ബ്യൂട്ടിഫുൾ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. അത് ഈ സമയത്ത് നിങ്ങൾക്ക് ഇമ്പോസിബിളായി തോന്നുന്നുണ്ടാവും, ബട്ട് ഫ്യൂച്ചർ അങ്ങനെയല്ല കാർഡ്സ് കാണിക്കണത്. ഓക്കെ, അപ്പോൾ സ്കോർപ്പിയോ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഞാൻ അയച്ചു തരും. അഡ്വാൻസിൽ ബുക്ക് ചെയ്യുക എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ കാലണ്ടർ കുറച്ചൊരു ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. അഡ്വാൻസിൽ ഡേറ്റ് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൺഫേംഡ് ആയി ആ ഡേറ്റിന് വേണ്ടിയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ.